ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് മൈക്രോ എന്ന് നമ്മൾ ഓൾറെഡി ഞാൻ കുറേ സീരീസിൽ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മൈക്രോ ഇൻവെർട്ടേഴ്സ് എല്ലാം ഓരോ പാനലിൻ്റെ അടിയിൽ സെപ്പറേറ്റ് ഇൻവെർട്ടേഴ്സാണ് വരിക. നമുക്ക് 25 വർഷം വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ സെപ്പറേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാനൊരു ഈ ഒരു സൈറ്റിലത്തെ ഒരു പാനൽ പ്രൊഡക്ഷൻ കാണിച്ചു തരാം. ഞാനൊരു റാൻഡം ഒരു ദിവസത്തെ എടുത്തതാണ്. 18 യൂണിറ്റ് പാനൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതും നെറ്റ് എക്സ്പോർട്ട് ചെയ്തതും എത്ര കസ്റ്റമർ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നും എത്ര ഇമ്പോർട്ട് ചെയ്ത് വാങ്ങി എന്നുള്ളതിൻ്റെ ഒക്കെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ നമ്മുടെ ഈ എൻഫേസിൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റത്തിൽ അറിയാൻ പറ്റും. അത് വേറൊരു സ്ട്രിങ് ഇൻവെർട്ടർ കമ്പനിക്കും കിട്ടില്ല. പ്രൈസ് കുറയണതനുസരിച്ചിട്ടുള്ള അതിൻ്റെ പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 18 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 565 വാട്ട്സാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, 565 വാട്ട്സിൻ്റെ പാനലാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. 6 പാനലാണ് വെച്ചേക്കുന്നത്. മൊത്തം 6 പാനൽ ചെയ്യുമ്പോൾ 3.390 വാട്ടാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. 3 കിലോ വാട്ട് എന്നും കുറച്ച് വാട്ട്സ് കൂടുതൽ, 390 വാട്ട് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നോർമലി എല്ലാവരും പറയുന്നത് ഓൺ ആവറേജ് 4 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് എല്ലാ ഇൻസ്റ്റാളേഷൻ കമ്പനികളും പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് കുറയും, വെയിലുള്ള സമയത്ത് കൂടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 13.56, അതായത് 14 യൂണിറ്റാണ് നമ്മുടെ ഈ പാനലിൻ്റെ വാട്ട് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ നമുക്ക് കിട്ടേണ്ടത്. കസ്റ്റമറെ സംബന്ധിച്ചോളം കസ്റ്റമർക്ക് ഇവിടെ 18 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. നോർമൽ കസ്റ്റമർക്ക് അവർ പറഞ്ഞതിനേക്കാളും കൂടുതൽ കിട്ടിയെന്നാണ് കസ്റ്റമർ വിചാരിക്കുക. പക്ഷേ മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടുള്ള ഒരു കസ്റ്റമർക്ക്, ഇപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് പെർട്ടിക്കുലർ കസ്റ്റമർ തന്നെയാണ് നമ്മൾ ഇൻഫോം ചെയ്തത്, ഇവിടുത്തെ പാനലിൽ ഒരു ഇഷ്യൂ ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യണില്ല. നമ്മൾ ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും മൈക്രോ ഇൻവെർട്ടർ വെക്കുക, ഏറ്റവും നല്ല സിസ്റ്റം വെക്കുക. നമ്മൾ വൺ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെസ്റ്റ് സാധനം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലം ലൈഫും കിട്ടും. മാക്സിമം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണമാവും ചെയ്യും. മാക്സിമം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വല്ലാത്ത ബെനിഫിറ്റ്. സേഫ്റ്റി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മൈക്രോ ഇൻവെർട്ടറാണ് നല്ലത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറേ ബെനിഫിറ്റുകളുണ്ട്. നമ്മുടെ ഇതിന് മുമ്പും കുറേ വീഡിയോസ് നമ്മൾ എന്തുകൊണ്ട് മൈക്രോ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ മൈക്രോ ഇൻവെർട്ടർ വയ്ക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം അതുകൊണ്ടാണ് നമുക്ക് സ്ട്രിങ് വയ്ക്കണോണ്ടോ മൈക്രോ വയ്ക്കുന്നതുകൊണ്ടോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ വെക്കുന്നത് നല്ലത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ബൈ.